Hi friends, Tramp and Taste's പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നാട്ടിലൊക്കെ ഭയങ്കര ചൂടാന്ന് കേട്ടു. ചൂട് കാരണം എല്ലാവരും പോയി ഐസ്ക്രീം കഴിക്കുവാന്ന്. അതും വെറും ഐസ്ക്രീം അല്ലാട്ടോ, പുട്ട് ഐസ്ക്രീം ഇപ്പോഴത്തെ ട്രെൻഡിങ്. ഞാനിവിടെ UAയിൽ ഒത്തിരി സ്ഥലത്ത് തപ്പിയേ എനിക്കൊന്നും കിട്ടിയൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പുട്ട് ഐസ്ക്രീം കഴിക്കാൻ കിട്ടിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ വീഡിയോയ്ക്ക് കമൻ്റ് ആയിട്ടുണ്ട് കേട്ടോ, അത് എവിടെയൊക്കെ അവൈലബിൾ ആണെന്ന്. ഇനി ഇതിനു വേണ്ടി കാത്തിരുന്ന് ക്ഷമ വന്നു. അതുകൊണ്ട് ഞങ്ങൾ തന്നെ വീട്ടിൽ പുട്ട് ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. അപ്പോൾ ഈ പുട്ട് ഐസ്ക്രീം എങ്ങനെ വീട്ടിലുണ്ടാക്കാന്നുള്ള വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. പുട്ട് ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഞാനിന്ന് 4 ഫ്ലേവർ ആണ് എടുത്തിരിക്കുന്നത് ഐസ്ക്രീംസിൻ്റെ. സ്ട്രോബെറി ഉണ്ട്, വാനില ഉണ്ട്, മാംഗോ ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ 4 ചെറിയ ബോക്സസ് ഐസ്ക്രീം ഞാൻ മേടിച്ചു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത് കാഷ്യൂനട്ട് ഉണ്ട്, ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, M&Mൻ്റെ ചോക്ലേറ്റ്സ് ഉണ്ട്, ചോക്കോ ചിപ്സ് ഉണ്ട്, പിന്നെ ഉണക്കമുന്തിരി ഉണ്ട്. ഞാനൊരു 10 മിനിറ്റ്സ് നമ്മുടെ പുട്ടുകുറ്റി ഒന്ന് ഫ്രീസറിൽ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് മറന്നു പോകരുത് പുട്ടുകുറ്റിയുടെ അടിയിൽ ചില്ലിടാൻ. അതിനുശേഷം ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് അതിനകത്തിട്ട് ആഡ് ചെയ്തു. നല്ല ഒരു സെറ്റായിട്ട് കിട്ടാൻ ഒരു ക്രിസ്പിനെസ്സും കിട്ടുവേ. പിന്നെ കുറച്ച് M&Mൻ്റെ ചോക്ലേറ്റ്സ് ആഡ് ചെയ്തു. ഞാൻ പിന്നെ ഓരോ സെറ്റ് ഐസ്ക്രീമും ഞാൻ 2 സ്കൂപ്പായിട്ട് ഇടാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഒരു സ്കൂപ്പ് എടുത്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്കൂപ്പർ അല്ലെങ്കിൽ എന്താണോ സ്പൂണാണെങ്കിൽ അത് ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കി വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഈ ഐസ്ക്രീം അതിനകത്ത് ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് അത് നന്നായിട്ട് കുത്തി നിറച്ച് കൊടുക്കണേ. അതായത് ഗ്യാപ്പൊന്നുമില്ല, അത് ഫില്ല് ചെയ്ത് കിട്ടാൻ. ഇനി നമ്മൾ പുട്ടിന് തേങ്ങാപ്പീര് ഇടുന്നത് പോലെ ഇതിനകത്ത് ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കോൺഫ്ലേക്സും വെച്ചിട്ട് ഒരു ലെയർ ഫോം ചെയ്യാനേ. അപ്പം ഈ ഐസ്ക്രീംസ് നമ്മൾ സെറ്റ് ആവാൻ ഈ ഒരു ലെയർ ഫോം ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് ഞാൻ മാംഗോ ഫ്ലേവറാണ് എടുക്കുന്നത്. ഐസ്ക്രീംസ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. ഇനി അത് മാംഗോയും അകത്തോട്ട് നന്നായിട്ട് ഇങ്ങനെ കുത്തി വെക്കുക. അപ്പോൾ സൈഡിലോട്ടൊക്കെ തിങ്ങിയിരിക്കണമെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് അത് നീക്കി കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് ഞാൻ ടൂട്ടി ഫ്രൂട്ടിയുടെ ലെയറാണ് ഇടുന്നത്. നമുക്ക് നട്ട്സ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിസ്ത വേണമെങ്കിൽ പിസ്ത യൂസ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് M&Mൻ്റെ മിഠായിയോടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിപ്പോൾ നടുക്കത്തെ ലെയർ ആയതുകൊണ്ട് കേട്ടോ ഞാൻ എല്ലാം കൂടുതലിട്ടത്. ഇനി അടുത്തത് ഞാൻ വൈറ്റ് വാനിലയാണ് എടുത്തിരിക്കുന്നത്. 2 സ്കൂപ്പ് എടുത്തു. ഇതുപോലെയാണ് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, അത് സെറ്റായിട്ടുണ്ട്. ഇനി വൈറ്റ് ഐസ്ക്രീം ആയതുകൊണ്ട് ഞാൻ ഓർത്ത് ഡാർക്കായിട്ടുള്ള ഒരു ടോപ്പിക് കൊടുക്കാമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോക്കോ ചിപ്സ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഡിസൈഡ് ചെയ്യാം കേട്ടോ അകത്ത് എന്ത് വെക്കണമെന്ന്. കുറച്ച് കോൺഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് ലെയർ എൻ്റെ വരുന്നത് സ്ട്രോബെറി ആണ്. അപ്പോൾ 2 സ്കൂപ്പ് സ്ട്രോബെറി വെച്ച് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഉണ്ടല്ലോ, നമ്മുടെ ഇഞ്ചിയൊക്കെ ചതയ്ക്കാനുള്ള ചെറിയൊരു നമ്മുടെ കല്ല് പോലെ കിട്ടില്ല, അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമക്കി കൊടുത്തു. എന്നിട്ട് ബാക്കി നമ്മുടെ ടോപ്പ് ഫില്ല് ചെയ്യാണ്. എല്ലാ നട്ട്സും കുറച്ച് വീതം വെച്ച് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ, നമ്മുടെ ഐസ്ക്രീമിൻ്റെ ലെയർ കവർ ആവുന്ന വിധത്തിൽ നമ്മൾ ടോപ്പിങ്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ അത് ടൈറ്റായിട്ടിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് ലീക്കായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും ടൈം ഡിലേ ആക്കരുത് കേട്ടോ. ചിലവർ ഓരോ ഐസ്ക്രീമും വെച്ചതിന് ശേഷം ഫ്രീസറിൽ തണുപ്പിച്ചിട്ട് പിന്നെ അടുത്തത് വെക്കുന്നുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് തന്നെയാണ് എല്ലാം ചെയ്തത്, പക്ഷേ ടൈമൊന്നും കളയാതെയാണ് ചെയ്തത്. പിന്നെ ഇത് റെഡി ആയതിനു ശേഷം 3 hours ഞാൻ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ പുറത്തെടുത്താണ്. ഞാൻ എന്നിട്ടത് ചൂടാക്കാനൊന്നും നിന്നില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് നേരെ നമ്മുടെ പുട്ട് കുത്തിയിടുന്ന
പോലെ തന്നെ ആ കോല് വെച്ചിട്ട് ഇതങ്ങ് കുത്തിയിടുകയാണ്. അതേ അപ്പോൾ നമ്മുടെ സ്ട്രോബെറി, വാനില, മാംഗോ, ചോക്ലേറ്റ് ഇതിൻ്റെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടി കേട്ടോ. ഇത് നമ്മൾ പലതവണ ട്രൈ ചെയ്ത വീഡിയോ ഒന്നുമല്ല, ഫസ്റ്റ് ട്രൈ ആണ്. അതായത് ഏത് ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഞാൻ എല്ലാവർക്കും തരുവാണ്. ഇതിന് പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല, നമുക്ക് വീട്ടിൽ റെഡിയാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ട് ഐസ്ക്രീം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. താങ്ക് യു. Press the bell icon on the YouTube app and never miss another update.